ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് 1 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ ക്രിസ്തു യേശുവിൻ്റെ അനുകാരിയായി ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തുവും സ്ത്രീയുടെ തല പുരുഷനും ക്രിസ്തുവിൻ്റെ തല ദൈവവും എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ് കൊറിന്ത്യയിലുള്ള തൻ്റെ വിശ്വാസികൾക്ക് എഴുതുകയാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി ഇരിക്കുന്നത് പോലെ നിങ്ങളും സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തുവും സ്ത്രീയുടെ തല പുരുഷനും ക്രിസ്തുവിൻ്റെ തല ദൈവവും എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ഗ്രഹിക്കുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു. വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ, ദൈവവചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ശത്രുവിൻ്റെ കോട്ടകൾ തകരട്ടെ. കർത്താവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. റീബൽ ഹസ്തം നിഗനം ഷൗഡബലം ഹന്തിയ. കർത്താവെ, വചനമായി നിൽക്കുമ്പോൾ അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ ഭയപ്പെടുത്തുന്ന എല്ലാ ഭയത്തിൻ്റെ ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ, അസ്വസ്ഥത കൊണ്ടുവരുന്ന, ഭയപ്പെടുത്തുന്ന, തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ വ്യക്തിമണ്ഡലങ്ങളിൽ കേൾക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിമണ്ഡലങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹൽബ റോബനാഥ റീകഷീന്ത. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ച് ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തുന്നു. കുറവുകളെ തെറ്റുകളുണ്ടപ്പോൾ അവിടെ നിന്ന് ക്ഷമിക്കണം. അശുദ്ധകളെ മാറ്റി വിശുദ്ധീകരിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ തൻ്റെ കൊരിന്ത്യരിലുള്ള തൻ്റെ വിശ്വാസികൾക്ക് എഴുതുകയാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷൻ്റെ തല ക്രിസ്തുവും സ്ത്രീയുടെ തല പുരുഷനും ക്രിസ്തുവിൻ്റെ തല ദൈവവും എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ നല്ല ഒരു അനുകാരിയായി നമുക്ക് മാറണമെങ്കിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറണമെങ്കിൽ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. എന്നെങ്കിൽ മാത്രമേ ക്രിസ്തു യേശുവിൻ്റെ ഒരു അനുകാരിയായി ഇരിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായി ആകുവിൻ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും
ഞാൻ നിങ്ങളോട് കൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ക്രിസ്തുവിൻ്റെ അനുകാരികളായി ഇരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ചിലത് വർജിക്കേണ്ടത് വർദ്ധിക്കുകയും വേണ്ടാത്തത് കളയുവാൻ നമുക്ക് സാധിക്കണം. 1 കൊരിന്ത്യർ അതിൻ്റെ 10:14 മുതൽ നമുക്ക് വായിക്കുമ്പോൾ പൗലോസ് തൻ്റെ കൊരിന്ത്യയിലുള്ള തൻ്റെ വിശ്വാസികളോട് പറയുകയാണ്. 10:14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയരെ, വിഗ്രഹാരാധന വിടുവിൻ. നിങ്ങൾ വിഗ്രഹ ആരാധികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്താൽ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? അപ്പം ഒന്നും ആകേണ്ടതിന് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ്റെ അംശികൾ ആകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിൽ കുട്ടകളികൾ അല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്ന് വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ? നാം ജാതികൾ ബലിയർപ്പിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നെ കേൾക്കുന്ന എൻ്റെ അൻപ് സഹോദരന്മാരെ, ജാതികൾ ബലി കഴിക്കുന്നത് അത് ദൈവത്തിനല്ല. ദൈവവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള തൻ്റെ വിശ്വാസികളോട് പറയുകയാണ്, ജാതികൾ അതേ ബലിയർപ്പിക്കുന്നത് അവർ ദൈവത്തിനെന്ന് പറഞ്ഞാണ് അവർ ബലിയർപ്പിക്കുന്നത്. എന്നാൽ കൊരിന്ത്യയിലുള്ള തൻ്റെ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് തീർത്തും പറയുകയാണ്, അവർ ദൈവത്തിനല്ല ബലിയർപ്പിക്കുന്നത്, അവർ ഭൂതങ്ങൾക്കാണ്. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമുക്ക് ഭൂതത്തിൻ്റെ പാനപാത്രത്തിലും കർത്താവിൻ്റെ പാനപാത്രത്തിലും പങ്കെടുക്കുവാൻ സാധിക്കത്തില്ല. ഒന്നിൽ നീ അതിന് വിട്ടൊഴിഞ്ഞ് കർത്താവിൻ്റെ പാനപാത്രം സ്വീകരിക്കുന്നവരായി മാറണം. നമ്മൾ ബലിയർപ്പിക്കുന്ന ആഹാരം കഴിച്ചാൽ അത് ഭൂതത്തിന് ബലിയർപ്പിക്കുന്നതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊരിന്ത്യയിലുള്ള തൻ്റെ വിശ്വാസികളോട് പറയുന്നത്. അല്ല, ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികൾ ആകുവാൻ എനിക്ക് മനസ്സില്ല. അപ്പോൾ തൻ്റെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളിയാകുവാൻ, നിങ്ങൾ ഭൂതങ്ങളുടെ ആഹാരങ്ങൾ, ആ ഭൂതങ്ങൾക്ക് കൊടുത്ത ബലികൾ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊരിന്ത്യയിലുള്ള തൻ്റെ വിശ്വാസികളോട് പറയുകയാണ്. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളിയാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾ കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അവകാശികളാകുവാനും പാടില്ല. അപ്പോൾ കർത്താവിൻ്റെ മേശയിലും ഭൂതത്തിൻ്റെ മേശയിലും നമുക്ക് ബലിയർപ്പിക്കുവാൻ നമുക്ക് ആവത്തില്ല. അപ്പോൾ ഒന്നിൽ നമ്മൾ ഭൂതത്തെ വിട്ടൊഴിച്ച് കർത്താവിൻ്റെ മേശയിൽ മാത്രം അവിടുത്തെ വചനത്തിൽ ജീവിക്കുവാൻ, അവിടുത്തെ വചനത്തിൽ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയും ഭൂതങ്ങളുടെ മേശയിലും അവകാശികളാകുവാൻ പാടില്ല. അല്ല, നാം കർത്താവിൻ്റെ ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ കർത്താവിൻ്റെ അനുകാരികൾ ആകണമെങ്കിൽ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച
കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യാൻ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷൻ്റെ തല ക്രിസ്തുവും സ്ത്രീയുടെ തല പുരുഷനും ക്രിസ്തുവിൻ്റെ തല ദൈവവും എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ അൻപ് സഹോദരന്മാരെ, മാതാപിതാക്കളെ, നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ ഭൂതങ്ങളുടെ പാത്രത്തിലും കഴിക്കുന്നവരും ദൈവത്തിൻ്റെ പാത്രത്തിലും കഴിക്കുന്നവരായി രണ്ട് വള്ളത്തിൽ നിൽക്കുന്നവരായി അല്ല, നമ്മൾ ദൈവത്തിൻ്റെ പാനപാത്രങ്ങൾ അവിടുത്തെ മേശയിൽ നിന്നും കഴിക്കുന്നവരായി, ആ കർത്താവിനെ അനുകരിക്കുന്നവരായി നമ്മൾ മാറണം. അവർ അർപ്പിക്കുന്നത് ദൈവത്തിനല്ല, അവർ ബലിയർപ്പിക്കുന്നത് ഭൂതങ്ങൾക്കാണ്. 1 കൊരിന്ത്യർ അതിൻ്റെ 10:20 അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളി ആകുവാൻ എനിക്ക് മനസ്സില്ല. അപ്പം ബലി കഴിപ്പിക്കുന്നത് അവർ ഭൂതങ്ങളെയാണ്. അപ്പം ജാതികൾ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരുള്ള തൻ്റെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ അവരുടെ വിഗ്രഹാർപ്പിതമായ ഒന്നും കഴിക്കരുത്, അത് ഭൂതത്തിനാണ് ബലി കഴിപ്പിക്കുന്നത്, നിങ്ങൾ അതൊന്നും കഴിക്കരുത് എന്നാണ് തൻ്റെ ഭക്തരോട്, തൻ്റെ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരുള്ള തൻ്റെ വിശ്വാസികളോട് പറയുന്നത്. എന്നാലല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു ഇത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളെ കൂട്ടാളിയാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾ കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അവകാശികളാകുവാൻ പാടില്ല. നാം കർത്താവിൻ്റെ ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭൂതങ്ങൾക്ക് ബലി കഴിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ കഴിച്ച സാഹചര്യമുണ്ടോ? ദൈവമെന്നാണ് ജാതികൾ പറയുന്നത്. എന്നാൽ അത് വേദപുസ്തകം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരുള്ള തൻ്റെ വിശ്വാസികളോട് പറയുന്നത് അത് ദൈവമല്ല, അത് ഭൂതങ്ങൾക്ക് കഴിക്കുന്ന ബലിയാണ്. അത് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകും, ബന്ധനങ്ങളുണ്ടാകും, കഷ്ടപ്പെടും, ആരാധിക്കുവാൻ പറ്റത്തില്ല, സ്തുതിക്കുവാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുവാൻ പറ്റത്തില്ല, ആത്മീയ മണ്ഡലങ്ങൾക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. അപ്പോസ്തലനായ പൗലോസ് ഇതെല്ലാത്തിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ അനുകാരിയായി, ക്രിസ്തുവിനെ ഫോളോ ചെയ്ത വ്യക്തിയായി ഒരു അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കും ആ പൗലോസിനെ നമുക്ക് മാതൃകയായി എടുക്കുവാൻ സാധിക്കും. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച കൽപ്പന പ്രമാണിക്കുകയും ചെയ്യാൻ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, 430 വർഷത്തോളം അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടിപ്പിച്ചു വന്നപ്പോൾ കാദേശ് മരുഭൂമിയിൽ 38 വർഷത്തോളം ചെങ്കടലിൻ്റെ സമീപത്തുള്ള കാദേശ് മരുഭൂമിയിൽ ജനത്തെ ചുറ്റി നടത്തി. കാരണമെന്താണെന്നറിയാവോ? സർവശക്തനായ ദൈവത്തെ മറന്ന് അവർ ജീവിച്ചു. 1 കൊരിന്ത്യർ അതിൻ്റെ 10 അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ്റെ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ നടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ആത്മീയാഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചത്. അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവർ മോഹിച്ചത് കൊണ്ടാണ്
അവർ മരുഭൂമിയുടെ മധ്യയിൽ പെട്ടുപോകുവാൻ ഇടവന്നത്. നമ്മളും ആ പെട്ടുപോകാതിരിക്കുവാൻ, ഇത് കേൾക്കുന്നവരാരും പെട്ടുപോകാതിരിക്കുവാൻ, നിത്യതയിൽ കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. അതേ, വിഗ്രഹാർപ്പിതം അഴിക്കാതെ നമ്മളതിനെ വിലങ്ങി നിൽക്കണം, മാറി നിൽക്കുന്നവരായി മാറണം. അപ്പോസ്തലനായ പൗലോസ് കൊറിന്ത്യയിലുള്ള തൻ്റെ വിശ്വാസികളോട് പറയുന്നത്, അവർ ബലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കത്രേ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യാൻ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷനെയും തല ക്രിസ്തുവും സ്ത്രീയുടെ തല പുരുഷനും ക്രിസ്തുവിൻ്റെ തല ദൈവവും എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. അനേകരുടെ ജീവിതങ്ങളിൽ ഈ വചനത്തിൽ ഒരു വിടുതലുണ്ടാകുവാൻ കർത്താവേ, അവർ ഭൂതത്തിൻ്റെ മേശയിലും കർത്താവിൻ്റെ മേശയിലും പങ്കെടുക്കുന്നവരുണ്ട്. എന്നാൽ അതിനെ ഭൂതങ്ങളുടെ മേശയിൽ നിന്ന് വിട്ടുവിലങ്ങി കർത്താവിൻ്റെ മേശയിൽ സ്വീകരിക്കുന്നവരായി, കർത്താവിൻ്റെ വചനമനുസരിക്കുന്നവരായി മാറട്ടെ. കേട്ട വചനങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളിലും അത് 30, 60, 100 ഫലം കായ്ക്കട്ടെ. ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. തകർന്നിരിക്കുന്ന വ്യക്തിമണ്ഡലമേ, നീ ഭയപ്പെടേണ്ട, നീ ആകുലപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവ് നിനക്കായി അവൻ വാതിലുകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. കർത്താവെ, കേട്ട എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുന്നു. അവർ വിട്ടു വിലങ്ങുവാൻ അവർക്ക് ഇടവരുത്തണമേ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. കർത്താവെ, ഈ കേൾക്കുന്ന ഓരോ ജനങ്ങളും ക്രിസ്തുവിൻ്റെ അനുകാരികളാകുവാൻ അവിടുന്ന് സഹായിക്കണം. അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരിക്കണം. കർത്താവെ, അടഞ്ഞ അനേകം മേഖലകളുണ്ട്, വാതിലുകളെല്ലാം യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ഭയത്തിൻ്റെ ശക്തികൾ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഈ വചന മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.